ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് 3-4 കൂട്ടം ചേർത്തിട്ട് സ്ലറി രൂപത്തിലാണ്. അപ്പോൾ സ്ലറി രൂപത്തിൽ കൊടുക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ജൈവ സ്ലറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതിന് വേണ്ടത് നമുക്ക് വേപ്പും പിണ്ണാക്കാണ്. പിന്നെ വേണ്ടത് എല്ലുപൊടി, ശർക്കര, കടലപ്പിണ്ണാക്ക്. ഈ 4 ഐറ്റമാണ് വേണ്ടത്. പിന്നെ അതിനോട് പച്ചച്ചാണകം എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പച്ചച്ചാണകം മതി, ഒരു ശകലം വേണം. പച്ചച്ചാണകം കിട്ടുവാണെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഈ 4 ഐറ്റം മാത്രം മതിയായിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചച്ചാണകം ആദ്യം എടുത്തിട്ടുണ്ട്. ആ ചാണകത്തിലേക്ക് നമുക്ക് ഈ എല്ലുപൊടി ഇടാം. ഇത് ഞാൻ 1/2 കിലോ എല്ലുപൊടിയാണ് ഇട്ടേക്കുന്നത്. എല്ലാ സാധനവും ഒരേ തൂക്കത്തിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എല്ലുപൊടി 1/2 കിലോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേപ്പും പിണ്ണാക്ക് 1/2 കിലോ വേപ്പും പിണ്ണാക്ക് ഇടുക. പിന്നെ നമുക്ക് കടലപ്പിണ്ണാക്ക് 1/2 കിലോ ഇടുക. ഇതെല്ലാം ഒന്നിച്ചങ്ങ് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ശർക്കര ഇടണം. ശർക്കര ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു കടലപ്പിണ്ണാക്കൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ കുറേ സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആ സ്മെല്ലൊക്കെ മാറി നല്ല രീതിയിൽ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നല്ല വെള്ളം ഒഴിക്കണം. ഒരു പകുതി ബക്കറ്റോളം വെള്ളം എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം.